ഗായ്സ്, അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ ഒരു ട്രാവൽ വീഡിയോ ആണ്. അപ്പം നമ്മൾ പോകുന്നത് കേംബ്രിഡ്ജിലേക്കാണ്. അപ്പം നമ്മൾ കേംബ്രിഡ്ജിൽ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പൂളിങ് അഥവാ ബോട്ടിങ്ങിന് വേണ്ടിയാണ്. നമ്മൾ ചെന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മളുടെ മെയിൻ സൈറ്റിലേക്ക് പോകാനായിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടക്കുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു. അതായത് കുറേ ഹിസ്റ്റോറിക്കൽ ഓൾഡ് ഭയങ്കര ഓൾഡായിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ്, ബിൽഡിങ്സും ചർച്ചും പിന്നെ കുറേ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും പാർക്കുകളുണ്ടായിരുന്നു, മ്യൂസിയംസ് അതെല്ലാം ഉണ്ടായിരുന്നു. ഫ്രീ എൻട്രി ഒക്കെ ആയിരുന്നു മ്യൂസിയത്തിൽ. അപ്പം നമ്മളതെല്ലാം എൻജോയ് ചെയ്ത് എല്ലാം കണ്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ഇനീഷ്യൽ പോയിന്റിലെത്തി. ഇതുപോലെ ഫ്ലാറ്റ് ബോട്ടം ഒരു ബോട്ടിലാണ് നമ്മുടെ ഇന്നത്തെ പോളിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രീ ബുക്ക് ഒന്നും ചെയ്തിട്ടല്ല നമ്മൾ പോയത്. ഓൺ സൈറ്റിൽ ചെന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഡിഫറെൻറ്റ് കമ്പനിക്കാരുടെ ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പേഴ്സണലൈസ്ഡ് ബോട്ടും ഉണ്ടായിരുന്നു, അതല്ലാതെ നമുക്ക് കോമൺ ആയിട്ടുള്ള ബോട്ടിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണേൽ പ്രൈവറ്റ്ലി ബുക്ക് ചെയ്യാം. ഡിപ്പെൻസ് ഓൺ ഇൻട്രസ്റ്റും റേറ്റ് വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെ നമ്മളുടെ ബുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു 35 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ആ ടൈമിൽ നമ്മളൊരു ബിയറൊക്കെ കുടിച്ച് ചില്ലായി. പിന്നെ നമുക്ക് ഡ്രിങ്ക്സോ എന്തെങ്കിലും ഫുഡുകളൊക്കെ ആയിട്ട് നമുക്ക് കയറായിരുന്നു. പക്ഷെ നമ്മളെന്തോ ചെറിയ ഹോട്ട് ഡ്രിങ്ക്സോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ബോട്ടിൽ കയറി. നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ ജേർണി ഇത് കൺട്രോൾ ചെയ്യാനായിട്ടും പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ എല്ലാം ചെയ്തു തരാനായിട്ടും ഒക്കെ. അങ്ങനെ അടിപൊളിയായിരുന്നു ക്ലൈമറ്റ് എന്ന് പറഞ്ഞ അന്നത്തെ ദിവസത്തെയും. ആ പുള്ളി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ സ്ട്രക്ചറിനെ പറ്റി നല്ലതായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കുറേ ബ്രിഡ്ജസിൽ കൂടെ നമ്മൾ പാസ് ചെയ്തു. അതെല്ലാം ഏകദേശം ഒരു 200 ഇയേഴ്സ് ബാക്കിൽ ബിൽഡ് ചെയ്ത് ബ്രിഡ്ജസൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെല്ലാം ആരാണ് അതിൻ്റെ ചെയ്തത്, ആരാണ്, ഏത് ഇയറിലാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പിന്നെ നമുക്കറിയാലോ ഫെമിലിയർ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ബ്രിഡ്ജിലെ കേംബ്രിഡ്ജിലെ അതെല്ലാം നമ്മൾ കണ്ടു. അങ്ങനെ ആ സൈറ്റിൽ കൂടെ എല്ലാം നമ്മൾ പാസ് ചെയ്തു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളായിരുന്നു. എനിക്കൊന്ന് 12+ എത്രയോ ക്യാമ്പസുകൾ നമ്മൾ കാണിച്ചു. അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ലണ്ടനിലുള്ള കുറച്ച് ക്യാമ്പസുകളും പിന്നെ ഞാൻ ഏതൊന്നും ഓർക്കുന്നില്ല. മെയിനായിട്ട് കാണിച്ച ബ്രിഡ്ജുകളെന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ബ്രിഡ്ജ്, പിന്നെ ക്ലെയർ ബ്രിഡ്ജ്, പിന്നെ ദ ബ്രിഡ്ജ് ഓഫ് സായി, അങ്ങനെ പിന്നെ കിങ്സ് കോളേജ് കാണിച്ചു. പിന്നെ ഒരു ന്യൂ കോട്ട് അഥവാ സെൻറ്റ് ജോൺസ് കോളേജ് കാണിച്ചു. പിന്നെ ഭയങ്കര ഓൾഡായിട്ടുള്ള ഒരു ഹോസ്റ്റൽ ബിൽഡിങ് കാണിച്ചു. ഏതോ 80s എങ്ങാണ്ട് ബിൽഡ് ചെയ്ത് അത് കാണിച്ചു. അങ്ങനെ നമ്മുടെ ഹോൾ ഡേ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിങ് തന്നെയായിരുന്നു. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ.